ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. മുറിയിലേക്ക് ചെല്ലുന്ന മീര ആതിരയെ കാണാതെ ടെൻഷനോടെ നിൽക്കുന്നു. തുടർന്ന് മീര ചെന്ന് എല്ലാവരോടും ആതിരയെ കാണുന്നില്ലെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും എല്ലായിടത്തും തിരയുന്നുണ്ടെങ്കിലും ആതിര എവിടെയും കാണാനേ സാധിക്കുന്നില്ല. തുടർന്ന് മീര അനൂപിനോട് അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കാൻ പറയുകയാണ്. അങ്ങനെ അനൂപ് അർച്ചനയെ വിളിച്ച് ആതിര വന്നുവെന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് അർച്ചന പറയുന്നു. അത് പിന്നെ മോളെ രാവിലെ തൊട്ട് ആതിര ഇവിടെങ്ങും കാണാനില്ലെന്ന് അനൂപ് പറയുമ്പോൾ ഇത് കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ നിൽക്കുകയാണ്. അവന്തിക തന്നോട് പറഞ്ഞ കാര്യങ്ങളും ഭീഷണിയും എല്ലാം തന്നെ അർച്ചനയ്ക്ക് ഓർമ്മ വരുന്നു. അതേസമയം തന്നെ ഒരു ഓട്ടോയിൽ ആതിര നെല്ലിശ്ശേരിയിലെത്തുകയാണ്. ഇത് കാണുന്ന അർച്ചന അപ്പോൾ തന്നെ അനൂപിനെ വിളിച്ച് വിവരം അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന അനൂപിനും മറ്റുള്ളവർക്കും സമാധാനമാവുകയാണ്. എന്നാലും അവൾ എന്താകും ഒന്നും പറയാതെ പോലും പോയതെന്ന് അനൂപ് ചോദിക്കുമ്പോൾ അവിടുത്തെ അത്രയും സൗകര്യമൊന്നും ഇവിടെ ഇല്ലല്ലോ, അതാകുമെന്ന് മീര പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആതിര മുറിയിലേക്ക് പോകാൻ നേരം അർച്ചന ആതിരയെ പിടിച്ചു നിർത്തുന്നതാണ്. നീയൊന്നവിടെ നിന്നേ, വീട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിച്ചിട്ടല്ലേ നീ ഇന്നലെ അങ്ങോട്ടേക്ക് പോയത്? എന്നിട്ട് പെട്ടെന്ന് തന്നെ എന്താ തിരിച്ചു വന്നത്? അതും അതിരാവിലെ തന്നെ ആരോടും പറയാതെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, സ്നേഹം. എനിക്ക് സന്ദീപിനെ കാണാതിരിക്കാനേ സാധിക്കുന്നില്ല. അന്ന് ചേച്ചി വീട്ടിൽ വന്നു നിന്നപ്പോൾ ചേച്ചിക്കും സച്ചിയേട്ടനെ കാണാതിരിക്കാൻ പറ്റുന്നില്ലായിരുന്നല്ലോ. ചേച്ചിക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ? അതേ എഫക്റ്റ് തന്നെയാ എനിക്കുമുള്ളതെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആതിര മുറിയിലേക്ക് പോകുന്നു. അതേസമയം അനഘയും സന്ദീപും കൂടി അനഘയുടെ വിവാഹത്തിനെക്കുറിച്ച് മുറിയിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. താൻ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല, എല്ലാം നമുക്ക് ശരിയാക്കാമെന്ന് സന്ദീപ് പറയുന്നതും കേട്ടുകൊണ്ടാണ് ആതിര മുറിയിലേക്ക് വരുന്നത്. ആതിരയെ കണ്ട് സന്ദീപും അനഘയും സന്തോഷത്തോടെ നോക്കുമ്പോൾ ആതിര അവരെ രണ്ടുപേരെയും ദേഷ്യത്തോടെ നോക്കുകയാണ്. അല്ല, താൻ വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞു പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നോ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ വന്നതാണോ കുറ്റമെന്ന് ആതിര ചോദിക്കുന്നു. എൻ്റെ ആതിരെ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ ആതിര പറയുകയാണ്, നമ്മൾ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്, അത് നീ മറക്കരുത്. കൂടാതെ എൻ്റെ വയറ്റിലുള്ളത് നിന്റെ കുഞ്ഞുമാണ് എന്നൊക്കെ ആതിര ദേഷ്യത്തോട് പറയുമ്പോൾ അനഘ ചോദിക്കുകയാണ്, ആതിര അതിനെന്തിനാ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത്? ഞാനും എൻ്റെ ഭർത്താവും കൂടി സംസാരിക്കുന്നിടത്ത് നീ എന്തിനാ അഭിപ്രായം പറയുന്നത്? നിനക്ക് ഞങ്ങളുടെ മുറിയിൽ എന്താ കാര്യം? ഇറങ്ങിപ്പോകാൻ ആതിര അനഘയോട് പറയുമ്പോൾ അനഘ വിഷമത്തോടെ ഇറങ്ങുന്നു. ഇത് കാണുന്ന സന്ദീപ് ചോദിക്കുകയാണ്, എൻ്റെ ആതിരെ, നീ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നീ എന്തിനാ അനഘയോട് അങ്ങനെ ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്നും ഇറക്കി വിട്ടത്? ഇതൊന്നും ഒട്ടും ശരിയായ കാര്യമല്ലെന്ന് സന്ദീപ് പറയുമ്പോൾ ആതിര പറയുകയാണ്, ഈ പോയവള് കാരണം വിവാഹത്തിന് മുമ്പും വിവാഹം കഴിഞ്ഞും ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. അന്നൊന്നും എൻ്റെ സങ്കടം കാണാനും എന്നെ സമാധാനിപ്പിക്കാനുമൊന്നും നിന്നെ കണ്ടില്ലല്ലോ. പണ്ട് എന്നെ സ്നേഹിച്ച സന്ദീപല്ല ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരു ഗർഭിണിക്ക് തരേണ്ട പരിഗണന പോലും നീ എനിക്ക് തരുന്നില്ല. വിവാഹം കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോൾ ഭാര്യമെടുക്കുന്ന ഒരു ഭർത്താവായിട്ട് എൻ്റെ ഭർത്താവ് മാറരുത്. അങ്ങനെ മാറിയാലേ എൻ്റെ ഹൃദയം പിളർന്നു പോകുമെന്നും ആതിര പറയുന്നു. തുടർന്ന് സന്ദീപ് ആതിരയെ സമാധാനിപ്പിക്കുകയാണ്. എടോ, താനും കുഞ്ഞും കഴിഞ്ഞ് മാത്രമേ ഈ ലോകത്ത് ഞാൻ മറ്റാരെയും കാണുന്നുള്ളൂ. എൻ്റെ ജീവിതത്തിൽ താൻ മാത്രമേ ഉള്ളൂ. ഞാൻ മരിക്കുന്നത് വരെയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് സന്ദീപ് ആതിരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലേക്ക് പോകാനായി റെഡിയാകുന്ന സച്ചിയാണ്. അല്ല, സച്ചിയേട്ടൻ എന്താ ഇത്ര നേരത്തെ ഓഫീസിലേക്ക് പോകുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അത് പിന്നെ പോകുന്ന വഴിക്ക് 2-3 സ്ഥലത്തു കൂടി കയറേണ്ടതായിട്ടുണ്ടെന്ന് സച്ചി പറയുന്നു. പിന്നെ താൻ ആതിരയെ വിളിച്ച് ചോദിക്ക്, എന്തെങ്കിലും സാധനം വേണോ എന്ന്. വേണമെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് കൊണ്ടുകൊടുക്കാം. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, ഇനിയേ അതിൻ്റെ ഒന്നും ഒരാവശ്യവും വരില്ല. ആശാട്ടി രാവിലെ തന്നെ വീട്ടിലാരോടും പറയാതെ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ വന്നോ എന്ന് സച്ചി ഞെട്ടലോട് ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അതെ, ഭർത്താവിനെ കാണാതിരിക്കാൻ സാധിക്കുന്നില്ലെന്ന്. എന്നിട്ട് സച്ചിയേട്ടൻ അന്ന് എന്നെ കാണാൻ വന്ന കാര്യവും എന്നോട് ആതിര പറഞ്ഞു. ഇത് കേൾക്കുന്ന സച്ചി അന്നത്തെ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പഴയ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, എത്രയോ നാളുകൾക്ക് ശേഷമാ നമ്മുടെ മുറിയിൽ നിന്ന് നമ്മുടെ ചിരികളെല്ലാം ഉയരുന്നത്, സന്തോഷം നിറയുന്നത്. ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളായിരുന്നില്ലേ? തുടർന്ന് സച്ചി ചോദിക്കുകയാണ്, എടോ, ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ? നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞു വരാത്തതിൻ്റെ സങ്കടം തനിക്കുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്കൊക്കെ ഉണ്ടാകും. പക്ഷേ സച്ചിയേട്ടൻ എന്നെ സ്നേഹിക്കുന്നതോർക്കുമ്പോൾ അതൊക്കെ അവിടെ തന്നെ അലിഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യും. നമ്മുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു വന്നാലും ഇല്ലെങ്കിലും എനിക്ക് എപ്പോഴും സച്ചിയേട്ടൻ്റെ സ്നേഹം മാത്രം ഉണ്ടായാൽ മതി എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ഇത് കേട്ട് വിഷമത്തോടിരിക്കുകയാണ് സച്ചി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.